ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം ദശമോധ്യായഃ. 10ാമത്തെ അധ്യായം. ആ കാലത്ത് സിന്ധുദേശത്തിൻ്റെയും സൗവീരദേശങ്ങളുടെയും ഒക്കെ അധിപതിയായ രഹൂഗണൻ എന്ന രാജാവ് തത്വജ്ഞാനോപദേശം ഗ്രഹിക്കുവാൻ കപിലമുനിയുടെ ആശ്രമത്തിലേക്ക് പോകുമ്പോഴുണ്ടായ സംഭവമാണ് പറഞ്ഞു തുടങ്ങുന്നത്. ശ്രീശുക ഉവാച. 1ാമത്തെ ശ്ലോകം. അഥ സിന്ധു സൗവീരപതേ രഹൂഗണസ്യ വ്രജത ഇക്ഷുമത്യാഃ തടേ തത്കുലപതിനാ ശിബികാവാഹ പുരുഷാന്വേഷണ സമയേ ദൈവേന ഉപസാദിതഃ സഹ ദ്വിജവര ഉപലബ്ധ ഏഷ പീവാ യുവാ സംഹനനാംഗോ ഗോ ഖരവത് ധുരം വോഢും അലം ഇതി പൂർവവിഷ്ടിഗൃഹീതൈഃ സഹ ഗൃഹീതഃ പ്രസഭം അതദർഹ ഉവാഹ ശിബികാം സഹ മഹാനുഭാവഃ. ഭദ്രകാളി രക്ഷിച്ച ആ സംഭവത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും നടന്നു എന്ന രീതിയിൽ ഒന്നും ഭാവിക്കാതെ വീണ്ടും പഴയതുപോലെ തന്നെ ആരെങ്കിലും കൂലിക്ക് പണിക്ക് വിളിച്ചാൽ പോകും. ആ രീതിയിൽ അങ്ങനെ ജീവിച്ചു വരവേ അഥ ഒരിക്കൽ സിന്ധു സൗവീരപതേഹേ, സിന്ധു സൗവീരദേശങ്ങളുടെ രാജാവായ രഹൂഗണസ്യ വ്രജതഃ, രഹൂഗണൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഇക്ഷുമത്യാഃ തടേ, ഇക്ഷുമതി നദിയുടെ തീരത്തിൽ വച്ച് അദ്ദേഹത്തിൻ്റെ പല്ലക്ക് എടുക്കാൻ, ശിബികാവാഹം എന്നാൽ പല്ലക്കെടുക്കാനുള്ള പുരുഷാന്വേഷണ സമയേ, ഒരാളുടെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ പല്ലക്കെടുക്കാൻ വേണ്ടി അന്വേഷിക്കുന്ന ആ സമയത്ത് തത്കുലപതിന, ആ പല്ലക്ക് താങ്ങികളുടെ നേതാവിനാൽ സഹദ്വിജവരഹ, ഈ ബ്രാഹ്മണോത്തമൻ അതായത് ജഡഭരതൻ ദൈവേന ഉപസാദിതഃ, അതും ദൈവനിശ്ചയത്താൽ കണ്ടെത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ നേതാവ് സ്വയം ചിന്തിക്കുകയാണ്, ഉപലബ്ധഃ ഏഷഃ, ഇപ്പോൾ ഞങ്ങൾ കണ്ടിരിക്കുന്ന ഇവൻ പീവ തടിച്ച് സംഹനനാംഗഃ ദൃഢഗാത്രനായുള്ള യുവാവാണ്. ഗോ ഖരവത് കാളയെപ്പോലെയും കഴുതയെപ്പോലെയും ധുരം ഭാരം വോഢും വഹിക്കുവാൻ അലം ഇവൻ തന്നെ ധാരാളം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതി പ്രസഭം അവനെ ബലാത്കാരമായി ഗൃഹീതഃ പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ പിടിക്കപ്പെട്ട സഹ മഹാനുഭാവഃ, യഥാർത്ഥത്തിൽ മഹാത്മാവായ ആ ജഡഭരതൻ ഇങ്ങനെ മറ്റൊരാളുടെ പല്ലക്ക് ചുമക്കേണ്ട ആളല്ല. അതാണ് അതദർഹഃ അപി, അതിന് അർഹനല്ല എങ്കിലും, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എങ്കിലും പൂർവവിഷ്ടി ഗൃഹീതൈഃ സഹ, മുൻപ് ഈ കൂലിയില്ലാ വേലയ്ക്ക്, ഇങ്ങനെ പല്ലക്ക് ചുമക്കുക എന്ന ആ വേലയ്ക്ക് പിടിച്ചു ചേർക്കപ്പെട്ട മറ്റ് അടിമകളോടുകൂടെ ഗൃഹീതൈഃ സഹ ശിബികാം, ആ പല്ലക്ക് ഉവാഹ ചുമന്നു. ജഡഭരതൻ വരില്ല എന്ന് വിചാരിച്ചിട്ടാകാം അവർ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയത്. പക്ഷെ അതിനും യാതൊരു എതിർപ്പും പറയാതെ ആ രഹൂഗണരാജാവിൻ്റെ പല്ലക്ക് മറ്റ് അടിമകളുടെ കൂടെ ചുമന്ന് നടന്നു. പല്ലക്ക് ചുമന്നുകൊണ്ട് നടക്കുമ്പോഴും ഭരതൻ താഴെ പ്രാണികൾക്കൊന്നും യാതൊരു ഹാനിയും ഉണ്ടാവരുത്, താൻ നടന്നു പോകുന്ന വഴിയിലുള്ള പ്രാണികളൊന്നും കൊല്ലപ്പെടാൻ പാടില്ല എന്ന രീതിയിൽ അത്രയും ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. അപ്പോൾ പതുക്കെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നത് കൊണ്ട് പല്ലക്ക് ചുമക്കുന്ന മറ്റുള്ളവരുടെ നടത്തവുമായി പൊരുത്തപ്പെടാതെ വരുമ്പോൾ സ്വാഭാവികമായും പല്ലക്കിനൊരു ഇളക്കം സംഭവിക്കും.
അങ്ങനെ ഈ രഹൂഗണ രാജാവിന് ദേഷ്യം പിടിക്കുകയാണ്. രണ്ടാമത്തെ ശ്ലോകം. യഥാ ഹി ദ്വിജവരസ്യ ഇഷുമാത്ര അവലോക അനുഗതേഃ ന സമാഹിത പുരുഷഗതിഃ തദാ വിഷമഗതാം സ്വശിബികാം രഹൂഗണ ഉപധാര്യ പുരുഷാൻ അധിവഹത. ആഹ ഹേ വോഢാര സാധു അതിക്രമത കിം ഇതി വിഷമം ഉഹ്യത്തെ യാനം ഇതി. ഇഷുമാത്ര അവലോകം. ഇഷു എന്നാൽ ശരം. പണ്ടത്തെ ഒരു കണക്കാണ്. നമ്മൾ അടി, പാദം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ശരപ്പാടകലെ, ഒരു ശരം വെച്ചാൽ എത്ര ദൂരം ഉണ്ടാകുമോ അത്രയും മാത്രം നോക്കിയിട്ട് അതുവരെ നടക്കുമ്പോൾ ഉറുമ്പോ മറ്റ് ഇഴജന്തുക്കളോ ഒന്നുമില്ലല്ലോ എന്ന് മാത്രം ഇങ്ങനെ അത് ശ്രദ്ധിച്ചുകൊണ്ട് അനുഗതേഹേ മെല്ലെ ഇങ്ങനെ നടക്കുകയാണ് ജഡഭരതൻ. ഇങ്ങനെയുള്ള ദ്വിജവരസ്യ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ നടത്തം മൂലം പുരുഷഗതിഹി മറ്റ് പുരുഷന്മാരുടെ, അതായത് മറ്റ് ആളുകളുടെ, പല്ലക്കെടുക്കുന്ന മറ്റുള്ളവരുടെ നടത്തം യഥാ ന സമാഹിത പൊരുത്തപ്പെടാതെ വന്ന തദാഹി ആ സമയത്ത് രഹൂഗണഃ സ്വശിബികാം തൻ്റെ പല്ലക്ക് വിഷമഗതാം എപ്പോഴും ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചരിയുന്നതായിട്ട് ഉപധാര്യ മനസ്സിലാക്കിയിട്ട് അധിവഹതഃ ഈ പല്ലക്ക് ഏറ്റി നടക്കുന്ന പുരുഷാൻ ആൾക്കാരെ നോക്കി വഴക്ക് പറയുകയാണ്. ആഹ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു. ഹേ വോഢാര എടോ ഏറ്റുകാരെ, സാധു അതിക്രമത ഒന്ന് മര്യാദയ്ക്ക് നടക്കൂ. കിമിതി ഇതെന്താണ്? യാനം ഈ പല്ലക്ക് വിഷമം ഉഹ്യത്തെ എന്തോ ഒരു പന്തികേട് പോലെ എടുത്തുകൊണ്ടു പോകുന്നത്. ഇതി എന്താണിത്? ആരാണ് ശരിക്കും നടക്കാത്തത്? ഇങ്ങനെ ഉച്ചത്തിൽ വഴക്ക് പറഞ്ഞു. മൂന്നാമത്തെ ശ്ലോകം. അഥ തേ ഈശ്വരവച സ ഉപാലംഭം ഉപകർണ്യ ഉപായ തുരീയാത് ശങ്കിത മനസഃ തം വിജ്ഞാപയാൻ ബഭൂവുഹു. അഥ അനന്തരം തേ ആ പല്ലക്കെടുക്കുന്നവർ തങ്ങളുടെ സ്വാമിയുടെ ഈശ്വരവചഃ തങ്ങളുടെ പ്രഭുവിൻ്റെ വാക്കിനെ സോപാലംഭം തങ്ങളെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് ഉപാകർണ്യ മനസ്സിലാക്കിയിട്ട് ഇനി അടുത്തതായി ചാട്ടവാറടി കൊണ്ട് തങ്ങളെ അടിച്ചേക്കുമോ എന്ന് ഭയന്നു. അതിന് പറയുന്നത് ഉപായ തുരീയാത്, അതായത് സാമം, ദാനം, ഭേദം, ദണ്ഡം ഇങ്ങനെ 4 ഉപായങ്ങളുണ്ട്. ആരെങ്കിലുമായിട്ട് നമുക്കൊരു വഴക്ക് വരുമ്പോൾ ഈ 4 എണ്ണം ഉപയോഗിക്കണം എന്നാണ്. അപ്പോൾ 4ാമത്തെ ഉപായം എന്നത് ദണ്ഡമാണ്, അടിയാണ്. അതാണ് ഇവിടെ ഉപായ തുരീയാത് എന്ന് പറഞ്ഞത്. ചതുർത്ഥോപായത്തിലെ, അതായത് അവസാനത്തേതായ ദണ്ഡം ഇപ്പോൾ അടി കിട്ടുമോ എന്ന് ആശങ്കിത മനസ്സഹ ആശങ്കയാർന്ന മനസ്സോടുകൂടിയവരായിട്ട് ബാക്കി 3 പേർ തം വിജ്ഞാപയാൻ ബഭൂവുഹു ഇദ്ദേഹത്തെ ഇപ്രകാരം അറിയിച്ചു. അപ്പോൾ ഒരാളുടെ നടത്തം കൊണ്ടാണ് പല്ലക്കിങ്ങനെ ആടുന്നത് എന്നതുകൊണ്ട് തന്നെ ആ 3 പേർ, ചുമക്കുന്ന 3 പേർ തങ്ങൾ നിസ്സഹായരാണെന്ന രീതിയിൽ പറയാൻ തുടങ്ങുന്നു. 4ാമത്തെ ശ്ലോകം. ന വയം നരദേവ പ്രമത്ത ഭവൻ നിയമ അനുപഥാഃ സാധു ഏവ വഹാമഹ അയം അധുനാ ഏവ നിയുക്തഃ അപി ന ദ്രുതം വ്രജതി ന അനേന സഹ വോഢും ഉഹ വയം പാരയാമ ഇതി. ഏ നരദേവ, അല്ലയോ രാജാവേ, വയം ന പ്രമത്താഹ ഞങ്ങൾ തെറ്റുകാരല്ല, ഭവൻ നിയമ അനുപഥാഹ അവിടുത്തെ കൽപ്പന അനുസരിച്ചിട്ടാണ് ഞങ്ങൾ, സാധുയേവ വഹാമഹ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നുണ്ട്. പക്ഷേ അയം ദാ ഇവൻ അധുനായേവ ഇപ്പോൾ മാത്രം നിയുക്തഃ ജോലിക്ക് ചേർക്കപ്പെട്ടവനായിട്ടുകൂടിയും ദ്രുതം ന വ്രജതി വേഗത്തിൽ നടക്കുന്നില്ല. ഉഹ എന്തു ചെയ്യാം, അനേന സഹ ഇവനോടുകൂടെ ഞങ്ങൾക്ക് ഈ പല്ലക്ക് വോഢും എടുത്തു നടക്കുവാൻ വയം ന പാരയാമഹ ഞങ്ങൾക്കാവുകയില്ല ഇതി എന്നിങ്ങനെ അവർ പരാതി പറഞ്ഞു. അപ്പോൾ
അധിക്ഷേപിച്ചത് എല്ലാവരെയും ആണെങ്കിലും തങ്ങളുടെ നിസ്സഹായ അവസ്ഥ ആ 3 പേർ രാജാവിനെ അറിയിക്കുകയാണ്. അയ്യോ രാജാവേ, ഞങ്ങളല്ല, അങ്ങിപ്പോൾ നിയോഗിച്ച ഇവൻ വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്, അവനുമായി പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കണം. ഈ രഹൂഗണ രാജാവ് ഒരു സാധാരണക്കാരനല്ല. അതായത് വെറും ഒരു രാജാവല്ല, ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യം ഉള്ളയാളാണ്. മാത്രമല്ല ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഒരുപാട് അറിവുകളൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെ കുറേ അറിവുകൾ നേടിയാലും പലർക്കും ഉള്ളിൽ ആ വിനയം വരാറില്ല. അതുകൊണ്ട് തന്നെ അവരുപോലും അറിയാതെ അവരുടെ ഉള്ളിലെ അഹങ്കാരം പുറത്തേക്ക് വരും. അവർക്കത് മനസ്സിലാവുകയില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഒരു നല്ല ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ശിക്ഷണം കിട്ടണം. അങ്ങനെ ഒരു ഗുരു നേരിട്ട് അത് ചൂണ്ടിക്കാണിക്കുകയും വിനയത്തോടുകൂടെ ആ തെറ്റിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആത്മീയമായ പുരോഗതി സംഭവിക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം അവനവൻ്റെ ഉള്ളിലെ ആ രജോ ഗുണവും തമോ ഗുണവും അറിയാതെ പുറത്തേക്ക് വരും. അതാണ് ഇവിടെ പറയുന്നത്. 5-ാമത്തെ ശ്ലോകം. സാംസർഗികോ ദോഷ ഏവ നൂനം ഏകസ്യ അപി സർവേഷാം സാംസർഗികാണാം ഭവിതും അർഹതി ഇതി നിശ്ചിത്യ നിശമ്യ കൃപണവചഃ രാജാ രഹൂഗണ ഉപാസിതവൃദ്ധഃ അപി നിസർഗേണ ബലാത്കൃത ഈഷദ് ഉത്ഥിതമന്യുഃ അവിസ്പഷ്ട ബ്രഹ്മതേജസം ജാതവേതസം ഇവ രജസ ആവൃതമതിഹി ആഹ. പല്ലക്ക് ചുമക്കുന്ന മറ്റുള്ളവരുടെ ആ 3 പേരുടെ കൃപണവചഃ, ദയനീയരായ അവരുടെ വാക്കുകൾ നിശമ്യ കേട്ടിട്ട് രാജാവ് ചിന്തിക്കുകയാണ്. സാംസർഗികഃ ദോഷഃ, സംഘമായി ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ഒരാൾ പിന്നോക്കം പോയാൽ അത് ആ സംഘത്തെ മൊത്തം ബാധിക്കും. അതാണ് സാംസർഗിക ദോഷഃ. ഒരു സംഘത്തെ സംബന്ധിച്ചുള്ള തകരാറ് ഏകസ്യ ഏവ അപി, അത് ആ സംഘത്തിലെ ഒരാളുടെ മാത്രം തെറ്റായിരിക്കാം എങ്കിലും സാംസർഗികാണാം സർവേഷാം, ആ സംഘത്തിലുള്ള എല്ലാവർക്കും ഭവിതും അർഹതി നൂനം, ബാധകമായി ഭവിക്കുവാൻ ഇടയാകുമല്ലോ. ഇപ്പോൾ ഒരാൾ ചെയ്ത തെറ്റിന് ഞാൻ ഇവരെ എല്ലാവരെയും വഴക്കു പറഞ്ഞല്ലോ. ഇത് നിശ്ചിത്യ, ഇങ്ങനെ കരുതിയിട്ട് രാജാ രഹൂഗണഃ, ആ രഹൂഗണ രാജാവ് ഉപാസിത വൃദ്ധഃ അപി, ഇതിനു മുൻപ് പല ആചാര്യന്മാരെയും സേവിച്ച്, അതാണ് വൃദ്ധന്മാരെ എന്ന് വെച്ചാൽ ജ്ഞാനവൃദ്ധന്മാരെ ഉപാസിതം സേവിച്ച് ഈ ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് അറിവ് നേടിയിട്ടുണ്ട്. അപി, എന്നിട്ട് പോലും ഉള്ളിലെ രജോ ഗുണവും തമോ ഗുണവും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ രാജാവിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിസർഗേണ, തൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തൻ്റേതായ പ്രകൃതം, അത് ബലാത്കൃതഃ, അതിനെ ഇങ്ങനെ അമർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അത് പുറത്തേക്കെടുത്ത് ഇല്ലാതാക്കുകയല്ല ചെയ്തത്. ഈ അറിവുകൾ നേടിയിട്ട് തൻ്റെ ഉള്ളിലെ എല്ലാ ഗുണങ്ങളെയും ഇങ്ങനെ അമർത്തി വെച്ചു. അങ്ങനെ ചെയ്യാൻ പാടില്ല. തങ്ങളുടെ ഉള്ളിലെ വാസനകളെ അത് അടിച്ചമർത്തുകയല്ല, അത് പൂർണ്ണമായും ഇല്ലാതാക്കണം. അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ അടിമപ്പെടുത്തി വെച്ചതുകൊണ്ട് തന്നെ രജസ ആവൃതമതിഹി, രജോ ഗുണത്താൽ ആവൃതമായ മനോഭാവത്തോടു കൂടിയവനായി ഈഷദ് ഉത്ഥിതമന്യുഹു, കുറഞ്ഞൊരു കോപാവേശത്താൽ ആ ജഡഭരതൻ അവിസ്പഷ്ട ബ്രഹ്മതേജസം, പുറമേ തെളിയാത്ത ബ്രഹ്മതേജസ്സോടു കൂടിയവനായി ഒരു ചാരം കൊണ്ടുമൂടിയ ജാതവേദസം ഇവ, അഗ്നി എന്നതുപോലെ ഇരിക്കുന്ന ആ ജഡഭരതനോട് ഇപ്രകാരം ആഹ പറഞ്ഞു. ഇവിടെ രഹൂഗണ രാജാവ് ഒരുപാട് ജ്ഞാനവൃദ്ധന്മാരുടെ അടുത്ത് പോയി കുറെ അറിവുകൾ സ്വായത്തമാക്കിയിട്ടും അദ്ദേഹം ഇപ്പോഴും ആ സാത്വിക ഗുണത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ട
ആ രജോ ഗുണം പുറത്തേക്ക് തള്ളി വരികയാണ്. ഇത് പലർക്കും സംഭവിക്കാറുണ്ട്. ആധ്യാത്മികത എന്ന് വെച്ചാൽ കുറെ അറിവ് നേടുകയാണ് എന്ന് ഇപ്പോഴും പലരും ധരിച്ചു വച്ചിരിക്കുന്നു. മറിച്ച് ആ നേടിയ അറിവ് വെച്ച് അവനവനെ ശുദ്ധീകരിക്കണം എന്ന് പലരും മറന്നു പോകുന്നു. ഇങ്ങനെ അവനവനെ ശുദ്ധീകരിക്കാത്തിടത്തോളം എത്രയൊക്കെ സത്സംഗത്തിന് പങ്കെടുത്തിട്ടും എത്രയൊക്കെ ഭാഗവതം കേട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല. ആധ്യാത്മിക വിദ്യയിൽ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ഏറ്റവും അടിസ്ഥാനപരമായ അറിവാണ് ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളിലും ഈശ്വരൻ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല, കളിയാക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല എന്നതാണ്. അതേസമയം ഇവിടെ രഘുഗണ രാജാവ് ഒരുപാട് സത്സംഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പല ജ്ഞാനവൃദ്ധന്മാരുടെ അടുത്ത് പോയിട്ട് അറിവുകൾ നേടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ നേടിയ അറിവുകൾ ഒന്നും തന്നെ ദഹിച്ചിട്ടില്ല. ആധ്യാത്മികമായ അറിവുകൾ നേടുന്നതിനോടൊപ്പം തന്നെ അത് നമ്മുടെ അഹങ്കാരത്തോടൊപ്പം ദഹിച്ച് ഉരുകി ഇല്ലാതാകണം. അവനവൻ്റെ ഉള്ളിലെ അഹന്ത ഇല്ലാതാകണം. അങ്ങനെ അല്ലാതെ വെറുതെ കുറെ അറിവുകൾ നേടിയാൽ ആ അറിവ് ഉള്ളിലിരുന്ന് തികട്ടി വരും. ഇങ്ങനെ പലരെയും നമുക്ക് കാണാം. ഉള്ളിലുള്ള അറിവ് പുറത്തേക്ക് ഇങ്ങനെ തികട്ടി വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ശരിയല്ല, ഇങ്ങനെ ശരിയല്ല, ഞാനാണ് ശരി എന്ന രീതിയിൽ തനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തിൽ ഇരിക്കും. ഛാന്തോക്യ ഉപനിഷത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന തൻ്റെ മകൻ ഏറെ അഹങ്കാരി ആയിരിക്കുന്നു എന്ന് കണ്ട് അച്ഛനായ ഉദ്ദാലകൻ മകനോട് ചോദിക്കുന്നുണ്ട്, നീ അറിയേണ്ടതൊന്നും ശരിക്കും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. കാരണം അറിയേണ്ടതറിഞ്ഞാൽ ഈ അഹങ്കാരം ഉണ്ടാവുകയില്ല. കാരണം അഹങ്കാരത്തെ ഇല്ലാതാക്കാനാണ് ആധ്യാത്മികമായ അറിവിനെ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നീട് ആ മകന് തോന്നി അച്ഛൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന്. അങ്ങനെയാണ് വീണ്ടും അച്ഛന് ശിഷ്യപ്പെടുന്നതും തത്വമസി എന്ന മഹാവാക്യം അച്ഛനിൽ നിന്ന് മനസ്സിലാക്കുന്നതും. ഇവിടെ രഘുഗണ രാജാവ് മറ്റെല്ലാം പോട്ടെ, ഇദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയില്ല എന്നത് മാറ്റിവെക്കാം. കാരണം അത് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവുകയില്ല. പക്ഷേ അത്യധികമായി അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അതാണ് 6ാമത്തെ ശ്ലോകം. അഹോ കഷ്ടം ഭ്രാതഃ വ്യക്തം ഒരു പരിശ്രാന്തോ ദീർഘം അധ്വാനം ഏക ഏവ ഊഹിവാൻ സുചിരം ന അതിപീവ ന സംഹനനാംഗോ ജരസാച ഉപദ്രുതോ ഭവാൻ സഖേനോ ഏവ അപര ഏതേ സംഘട്ടിന ഇതി ബഹു വിപ്രലബ്ധഃ അപി അവിദ്യയാ രചിത ദ്രവ്യ ഗുണകർമാശയ സ്വചരമകളേബരേ അവസ്തുനി സംസ്ഥാന വിശേഷേ അഹം മമ ഇതി അനധ്യാരോപിത മിഥ്യാപ്രത്യയോ ബ്രഹ്മഭൂതഃ തൂഷ്ണീം ശിബികാം പൂർവവത് ഉവാഹ. ജഡഭരതൻ നല്ല തടിമിടുക്കും ദൃഢഗാത്രനുമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തെ കളിയാക്കുന്നത് അതിന് നേരെ വിപരീതമായി പറഞ്ഞുകൊണ്ടാണ്. അയ്യോ, ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, വൃദ്ധനാണെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള പരിഹാസ വാക്കുകളാൽ അദ്ദേഹത്തെ മുറിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അഹോ കഷ്ടം, അയ്യോ കഷ്ടം, ഭ്രാതഃ, അയ്യോ സഹോദര, വ്യക്തം, അങ്ങ് തീർച്ചയായും ഒരു പരിശ്രാന്തഃ, നന്നായി പരിശ്രമിക്കുന്നുണ്ടല്ലോ, ദീർഘം അധ്വാനം, ഈ കണ്ട വഴിയൊക്കെയും സുചിരം, കുറേ നേരമായിട്ട് മറ്റാരുടെയും സഹായമില്ലാതെ അങ്ങ് തന്നെ ഏകഹ ഏവ ഊഹിവാൻ, ഓ ഒറ്റയ്ക്ക് ചുമന്നെത്തിച്ചു, മിടുക്കൻ തന്നെ. സത്യത്തിൽ അങ്ങ് ഭവാൻ അതിപീവാന്ന, അങ്ങയുടെ ശരീരത്തിന് ഒട്ടും തടിയില്ല, ആകെ മെലിഞ്ഞിരിക്കുന്നല്ലോ. സംഹനനാംഗഹന, അങ്ങയുടെ ശരീരത്തിന് യാതൊരു ശക്തിയുമില്ല. ജരസ, വാർദ്ധക്യത്താൽ അങ്ങ് ഉപദ്രുതഃ, വല്ലാതെ കഷ്ടപ്പെടുന്നുവല്ലോ, അങ്ങേക്കിരിക്കണമോ എന്നൊക്കെയുള്ള ആ പരിഹാസം.
എന്നിട്ട് പറയുകയാണ്, സഖേ, അല്ലയോ ചങ്ങാതി, അങ്ങയുടെ കൂടെ ഈ പല്ലക്ക് ചുമക്കുന്ന സംഘട്ടിനഹ, താങ്കളുടെ കൂട്ടക്കാരായ ഏതേ ഇവരൊന്നും, ഏതേ അപരെ ഈ മറ്റുള്ളവരൊന്നും, നോ ഏവ അങ്ങനെയല്ല അല്ലേ, അങ്ങയെപ്പോലെ അല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതി ബഹുവിപ്രലബ്ധ അപി, ഈ വിധം പല മട്ടിൽ പരിഹാസപൂർവം ആക്ഷേപിക്കപ്പെട്ടവനായെങ്കിലും എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിഷമം തോന്നിയില്ല? കാരണം ഈ ശരീരം എന്നത് അവിദ്യയാ രചിതം, അജ്ഞാനത്തിൻ്റെ നിറകുടമായ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതിനാൽ രചിതമായിട്ടുള്ള ദ്രവ്യഗുണ കർമാശയം, ഭൂതേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും അതുപോലെ പുണ്യപാപങ്ങളും അന്തഃകരണവും ചേർന്നിട്ടുള്ള സ്വചരമകളേബരെ, തൻ്റെ അവസാനത്തെ ജന്മമായിട്ട് ആ ജന്മത്തിൽ വ്യവഹരിക്കാൻ ഒരു ശരീരം, അതുമാത്രമാണ് ഈ അവസ്തുനി മിഥ്യയായുള്ള സംസ്ഥാന വിശേഷം എന്ന് വെച്ചാൽ ഒരാകൃതി. മുകളിൽ മുഖം, ശരീരം, കൈകാലുകൾ, ഇങ്ങനെയൊക്കെ ഒരു ആകൃതിയിൽ ഒരു രൂപം. ഇതിലിപ്പോൾ എന്ത് അഹങ്കരിക്കാനാണ്? അഹം മമ ഇതി, ഇത് ഞാനാണ്, ഇത് എൻ്റെ ശരീരമാണ്, എന്നെ പറയുന്നു എന്നുള്ള അനധ്യാരോപിത മിഥ്യാപ്രത്യയ, ഈ പ്രപഞ്ചത്തിലെ മിഥ്യാപ്രതീതി ഇല്ലാതെയായിട്ട് ആ മായയിൽ നിന്ന് പൂർണ്ണമായും പുറത്തു കടന്ന് ബ്രഹ്മഭൂത, ബ്രഹ്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്ന അദ്ദേഹം തൂഷ്ണീം, ഒന്നും പറയാതെ ഇതൊന്നും തന്നെ പറ്റിയേ അല്ല എന്ന ഭാവത്തിൽ പൂർവവത്, മുൻപ് എങ്ങനെ ചെയ്തുവോ അതേപോലെ തന്നെ ശിബികാം ഉവാഹ, ആ പല്ലക്ക് ചുമന്നുകൊണ്ടങ്ങനെ നടന്നു. നമുക്ക് കേൾക്കുമ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നുന്നതും എന്നാൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ് ഞാൻ, എൻ്റെ എന്ന ഈ ഭാവത്തെ ഇല്ലാതാക്കൽ. അത് ഇല്ലാതാക്കുമ്പോഴാണ് യഥാർത്ഥ ജീവൻ മുക്താവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഈ ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊരു വിഷമവും ഇല്ല. ആര് കളിയാക്കിയാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ ഇതിനെ ഇല്ലാതാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടും. രാജാവ് പറഞ്ഞതൊന്നും ചെവി കൊള്ളാതെ ജഡഭരതൻ നടന്നത് അഹങ്കാരം കൊണ്ടല്ല. പക്ഷേ അഹങ്കാരിയായ രഘുഗണൻ അങ്ങനെയാണ് ചിന്തിച്ചത്. ഇതുപോലെ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ പലരും നമ്മെ കുറ്റപ്പെടുത്താറുണ്ട്. നീ അങ്ങനെയാണ്, നീ അത് വിചാരിച്ചിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യത്തിൽ നമ്മൾ അങ്ങനെ കരുതിയിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കണം, എന്നെ എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് വിഷമിക്കുന്നതിന് പകരം ആ ആളുടെ ഉള്ളിലെ വികാരമാണ് പുറത്തേക്ക് തികട്ടി വന്നത്. അയാളുടെ ഉള്ളിലെ അഹങ്കാരമാണ് പുറത്തേക്ക് തികട്ടി വന്നിട്ട് അത് നമ്മിൽ ആരോപിക്കുന്നത്. അത് നമ്മൾ അങ്ങനെ ആയതുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തൽ കേട്ട് ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. കാരണം നമ്മുടെ മനോവിചാരം നമുക്കല്ലാതെ മറ്റൊരാൾക്കും മനസ്സിലാവുകയില്ല. അങ്ങനെ മനസ്സിലാക്കാത്ത ഒരാൾ നമ്മെ വിലയിരുത്തുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല. ഇവിടെ ജഡഭരതൻ എന്തുകൊണ്ടാണ് അത് വകവയ്ക്കാതിരുന്നത്? അദ്ദേഹത്തിന് അഹങ്കാരമേ ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ രഘുഗണ രാജാവ് വിചാരിച്ചത് അദ്ദേഹം തന്നെ ധിക്കരിക്കുകയാണെന്നാണ്. അതുകൊണ്ട് കൂടുതൽ കുപിതനായി അദ്ദേഹം അലറി വിളിക്കുകയാണ്. 7ാമത്തെ ശ്ലോകം. അധ പുനഃ സ്വശിപികായാം വിഷമഗതായാം പ്രകുപിത ഉവാച രഘുഗണഃ കിമിദം അരേ ത്വം ജീവന്മൃതോ മാം കദർത്ഥീകൃത്യ ഭർതൃശാസനം അതിചരസി പ്രമത്തസ്യ ച തേ കരോമി ചികിത്സാം ദണ്ഡപാണിഃ ഇവ ജനതായാഃ യഥാ പ്രകൃതിം സ്വാം ഭജിഷ്യസ ഇതി. മുന്നേ എങ്ങനെ നടന്നുവോ അതേപോലെ തന്നെ വീണ്ടും അധ പുനഃ വീണ്ടും അതേപോലെ തന്നെ നടന്നപ്പോൾ സ്വശിപികായാം തൻ്റെ പല്ലക്ക് പഴയതുപോലെ തന്നെ വിഷമഗതായാം
ചെരിഞ്ഞും ചാഞ്ഞുമൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രകുപിതഃ കോപം കയറിയ രഹൂഗണഃ ഉവാച രഹൂഗണൻ ഇങ്ങനെ അലറി വിളിക്കുകയാണ്. അരേ കിമിതം, എന്താണോ ഇത്? ജീവൻ മൃതഃ ത്വം, നീ എന്താ മരിച്ചവനാണോ, ചത്തവനാണോ നീ? മാം കദർത്ഥീകൃത്യ, എന്റെ വാക്കിനെ തെല്ലും വകവയ്ക്കാതെ, ഭർതൃശാസനം, നിന്റെ യജമാനനായ എന്റെ ശാസനത്തെ അതിചരസി, നീ മറികടക്കുകയാണോ? നിനക്ക് മതമാണ്. പ്രമത്തസ്യ ചതേ, മതം മുഴുത്തിട്ടുള്ള നിനക്ക്. ഇവിടെ ശരിക്കും ആർക്കാണ് മതം? രഹൂഗണനാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, മറ്റുള്ളവരുടെ അഹങ്കാരം നമ്മുടെ മേൽ ആരോപിക്കും, നിങ്ങൾക്ക് അഹങ്കാരമാണ് എന്നൊക്കെ പറയാറുണ്ട്. മതം മുഴുത്ത നിനക്ക് ജനതായാഹ, ജനതയ്ക്ക് ദണ്ഡപാണിഹി, യമധർമ്മൻ എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് അതുപോലെ, ഇവ യഥാ, നിന്റെ സ്വാം പ്രകൃതിം ഭജിഷ്യസേ, നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കാം. നിന്റെ സ്വാഭാവികതയിലേക്ക് എത്തിച്ചേരും വിധം നിനക്ക് ഞാൻ ചികിത്സാം കരോമി, നിനക്ക് വേണ്ട ചികിത്സ ഞാൻ ചെയ്യുന്നതാണ്. അതായത് ദണ്ഡന ശിക്ഷ തന്ന് നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന വിധത്തിലാണ് രഹൂഗണ രാജാവ് അങ്ങനെ കോപിഷ്ഠനായിട്ട് അലറി വിളിക്കുന്നത്. തന്നെ മര്യാദ പഠിപ്പിക്കും എന്ന് പറഞ്ഞ ആ രഹൂഗണനോട് യഥാർത്ഥത്തിൽ സഹതാപം തോന്നിയിട്ട്, കാരണം ഈ അഹങ്കാരം, മതം എന്നതൊക്കെ ഒരുതരം മനോരോഗമാണ്. അങ്ങനെ ഒരു മനോരോഗത്തിന് അടിമയായി പോയ രഹൂഗണനോട് തോന്നിയ ഒരു വാത്സല്യം, ആ വാത്സല്യത്താൽ ജനിച്ചിട്ടിന്നുവരെ ഒരക്ഷരം ഉരിയാടാത്ത ജഡഭരതൻ ആദ്യമായി സംസാരിച്ചു തുടങ്ങുകയാണ് ഒരു ഗുരുവിനെ പോലെ. ഏവം ബഹു അബദ്ധമപി ഭാഷമാണം നരദേവ അഭിമാനം രജസ തമസ അനുവിദ്ധേന മദേന തിരസ്കൃത അശേഷ ഭഗവത് പ്രിയ നികേതം പണ്ഡിതമാനിനം സ ഭഗവാൻ ബ്രാഹ്മണോ ബ്രഹ്മഭൂതഃ സർവഭൂത സുഹൃദാത്മാ യോഗേശ്വരചര്യായാം ന അതിവിപ്പന്നമതിം സ്മയമാന ഇവ വിഗതസ്മയഃ ഇദം ആഹ. ഏവം, ഇപ്രകാരം ബഹു അബദ്ധമപി, പറയാൻ പാടില്ലാത്ത പല അബദ്ധങ്ങളും ഭാഷമാണം, പറഞ്ഞുകൊണ്ടിരിക്കുന്നവനും, നരദേവ അഭിമാനം, ഞാൻ രാജാവാണ് എന്ന ആ അഭിമാനം കൊണ്ടങ്ങനെ ഉദ്ധതനായിരിക്കുന്നവനും, രജസ തമസ, രജതമോ ഗുണങ്ങളാൽ, അനുവിദ്ധേന മതേന, പെരുകിക്കൂടിയ ഗർവം കൊണ്ട്, തിരസ്കൃത അശേഷ ഭഗവത് പ്രിയ നികേതനം, ഭഗവാന്റെ പ്രിയ നികേതനങ്ങളായ, ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത്? തൻ്റെ പ്രിയപ്പെട്ട ഭക്തരുടെ ഹൃദയത്തിലാണ്. അങ്ങനെ ഭഗവാന്റെ പ്രിയ വാസസ്ഥാനമായ സകല ഭക്തരെയും തിരസ്കരിച്ച്, അതാണ് സത്സംഗം കൂടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല, അതിനനുസരിച്ച് ജീവിക്കാനും കൂടെ പഠിക്കണം. ഇങ്ങനെ കുറെ അറിവുകൾ നേടിയിട്ട് സ്വയം പണ്ഡിതമാനിനും, ഞാൻ അറിവുള്ളവനാണ് എന്ന് അഭിമാനം കൊള്ളുന്നവനും, അതേസമയം യോഗേശ്വരചര്യായാം, സിദ്ധ പരമഹംസന്മാരുടെ ഇത്തരം സമ്പ്രദായത്തെ അധികരിച്ച് ന അതിവ്യുത്പന്നമതിം, ഒരറിവുമില്ലാത്ത ആ രഹൂഗണനോട് ബ്രഹ്മഭൂതഃ, ബ്രഹ്മഭാവം പ്രാപിച്ചിരിക്കുന്നവനും, സർവഭൂത സുഹൃദാത്മാ, സർവഭൂതങ്ങളുടെയും സുഹൃത്തും ആത്മാവുമായി വർത്തിക്കുന്നവനും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ടും എല്ലാ അർത്ഥത്തിലും ഈശ്വരനെ അറിയാനുള്ള അവസരം ലഭിച്ചിട്ടും അതിൻ്റെ ഭാഗമായി ഒരുപാട് ആചാര്യന്മാരിൽ നിന്ന് അറിവുകൾ നേടിയിട്ടും അതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഇപ്പോഴും ആ അഭിമാന ബോധത്തിൽ ഇങ്ങനെ പുളഞ്ഞു നടക്കുന്ന ആ രഹൂഗണനോട്, ഒരു സുഹൃത്തിനോടെന്നതുപോലെ സഹതാപം തോന്നിയതുകൊണ്ട്, അങ്ങനെ തോന്നാൻ കാരണം ഈ ജഡഭരതന് വിഗതസ്മയഃ, ഗർവം തീരെയില്ല. ഗർവം വിട്ടൊഴിഞ്ഞിരിക്കുന്നവനുമായ സഹഭഗവാൻ ബ്രാഹ്മണഃ, ആ ജ്ഞാനനിധിയായ മഹാബ്രാഹ്മണൻ
സ്മയമാനഹ ഇവ അല്പം ചിരിച്ചുകൊണ്ടെന്നതുപോലെ ഇതം ആഹ രഘുഗണനോട് ഇപ്രകാരം പറയാൻ ആരംഭിച്ചു. ഇത്രയും അഹങ്കാരത്തോടെ സംസാരിച്ചിട്ടും രഘുഗണനോട് ഭരതൻ ഇത്തരത്തിൽ ഉപദേശിക്കാൻ കാരണം ഒന്നുമില്ലെങ്കിലും ആത്മജ്ഞാനത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം രഘുഗണനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആചാര്യന്മാരുടെ അടുത്ത് പോയിരുന്നതും അറിവുകൾ സമ്പാദിച്ചതും. അങ്ങനെയുള്ളവരെ ഭഗവാൻ കൈവിടില്ല. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.